മുനമ്പത്തെ തർക്കഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ജുഡീഷ്യൽ കമ്മീഷൻ. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് വിധിയിലാണ് പരാമർശം. സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിലാണ് നടപടി. അള്ളാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേത്. 1950 ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരുദ്ദേശമില്ല. ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് നൽകിയ ഭൂമി വഖഫ് അല്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വഖഫ് ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനവും ഉണ്ടായി. ഭൂമി വഖഫ് ആയി പ്രഖ്യാപിച്ച 2019 നീക്കം ഏകപക്ഷീയമാണെന്നും കോടതി പറഞ്ഞു. ഭൂമി കൈമാറി 69 വർഷത്തിനു ശേഷമാണ് വഖഫ് ബോർഡിന്റെ നടപടി. ഇത് നീതീകരിക്കാനാകാത്ത കാലതാമസമെന്ന് ഹൈക്കോടതി പറഞ്ഞു. വഖഫ് ബോർഡിൻ്റേത് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രം എന്നും കോടതിയുടെ വിമർശനം. ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാമെന്നും ഹൈക്കോടതി വിധിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ സർക്കാർ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയ്ക്ക് നിയോഗിച്ചിരുന്നു. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകുകയായിരുന്നു. കമ്മീഷനെ വയ്ക്കാനും ഭൂമി പരിശോധിക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫ് വകയാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞപ്പോൾ വിഷയം പരിഗണിക്കാൻ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമാണ് അധികാരമെന്നും സൂചിപ്പിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കമ്മീഷൻ നിയമനം റദ്ദാക്കിയത്. തുടർന്നാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്.